ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. ഇതിൽ 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ വെൽഡിംഗ് ആണ്, സെക്കൻഡ് വൺ സോൾഡറിങ്, തേർഡ് വൺ ബ്രേസിങ്. ഇതിൽ ഫസ്റ്റ് വൺ വെൽഡിംഗ് എന്ന് നോക്കാം. വെൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ: welding can be defined as the process of joining similar or dissimilar metals by the application of heat with or without the application of pressure and with or without the addition of filler material. വെൽഡിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. അതിലെന്താണ്, ഹീറ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നിക്കൽ പ്രഷർ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ ഉപയോഗിക്കാണ്ടായിരിക്കും ചെയ്യുന്നത്. അടുത്ത കേസ് എന്ന് വെച്ചാൽ ഒന്നിക്കൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടതായിരിക്കും ചെയ്യുന്നത്. ഫില്ലർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് ആ വെൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് പറയുന്ന പേരാണ് ഫില്ലർ മെറ്റീരിയൽ. ഓക്കെ, ദ മെറ്റൽ വിച്ച് ആർ ബീങ് വെൽഡഡ് ആർ കോൾഡ് ബേസ് മെറ്റൽസ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന മെറ്റൽസിനെ പറയുന്ന പേര് ബേസ് മെറ്റൽ അല്ലെങ്കിൽ പാരൻ്റ് മെറ്റൽ എന്ന് പറയും. അഡീഷണലായിട്ട് വെൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫില്ലർ മെറ്റീരിയൽ. അതേപോലെ ഇൻഡസ്ട്രീസിൽ വൈഡ് സ്പ്രെഡ് അപ്ലിക്കേഷൻ ഉള്ളതാണ് വെൽഡിംഗ് എന്ന ഓപ്പറേഷൻ. അടുത്തത് വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻസാണ് വെൽഡിങ്ങിനുള്ളത്. ഒന്ന് പ്രഷർ വെൽഡിംഗ്, അടുത്തത് ഫ്യൂഷൻ വെൽഡിംഗ്. പ്രഷർ വെൽഡിങ്ങിന് പറയുന്ന വേറൊരു പേര് പ്ലാസ്റ്റിക് വെൽഡിംഗ് ആണ്. ഫ്യൂഷൻ വെൽഡിങ് നോൺ പ്രഷർ വെൽഡിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ പ്രഷർ വെൽഡിംഗ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: ഇൻ പ്രഷർ വെൽഡിംഗ്, മെറ്റൽ ടു ബി ജോയിൻഡ് ആർ ഹീറ്റഡ് ടു എ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് ദെൻ ഫോഴ്സ്ഡ് ടുഗദർ ബൈ എക്സ്റ്റേണൽ പ്രഷർ വിത്തൗട്ട് ദി അഡീഷൻ ഓഫ് ഫില്ലർ മെറ്റീരിയൽ. ഇവിടെ എന്താ ചെയ്യുന്നത്, ജോയിൻ ചെയ്യേണ്ട മെറ്റലിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ഹീറ്റ് ചെയ്യും, അതിനുശേഷം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിക്കും. ഈ ഫിഗറിൽ സ്പോട്ട് വെൽഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ KTU സിലബസ് പ്രകാരം വെൽഡിങ്ങിൻ്റെ ടൈപ്സ് ലിസ്റ്റ് ചെയ്യാനും ആർക്ക് വെൽഡിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമാണ് ഉള്ളത്. പ്രഷർ വെൽഡിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്താണ് പ്രഷർ വെൽഡിങ്. ഓക്കെ, ഒരു സ്പോട്ട് വെൽഡിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ജോയിൻ ചെയ്യിക്കേണ്ട മെറ്റൽസ് ഇത് രണ്ട് മെറ്റൽസാണ്. ഈ ഒരു പോയിന്റിലാണ് ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യണം, ആദ്യം അതിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. മീൻസ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു ജോയിൻറ്റിൽ, ഈ ഒരു മെറ്റൽ ജോയിൻറ്റിൽ എന്ത് സംഭവിക്കും, അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ബേസ് മെറ്റൽസ് മെൽറ്റ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡ് വഴി തന്നെ പ്രഷർ അപ്ലൈ ചെയ്യും. മുകളിൽ നിന്നും താഴെ നിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ജോയിൻ ചെയ്യിക്കും. ഓക്കെ, അത് കൂൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ വെൽഡഡ് ജോയിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫില്ലർ മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കുന്നില്ല, അഡീഷണലായിട്ട് മെറ്റീരിയൽസ് ഒന്നുമില്ല. ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്താണ് അതിനെ ജോയിൻ ചെയ്യിക്കുന്നത്. ഇതാണ് പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ വെൽഡിംഗ് പ്രോസസ്സ്. ഫസ്റ്റ് വൺ ഫോർജ് വെൽഡിംഗ്. ഫോർജ് വെൽഡിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സെക്കൻഡ് വൺ ഫ്രിക്ഷൻ വെൽഡിംഗ്. ഫ്രിക്ഷൻ വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ബൈ ദ ആക്ഷൻ ഓഫ് ഫ്രിക്ഷൻ, റിലേറ്റീവ് മോഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഫ്രിക്ഷൻ വെൽഡിംഗ് ചെയ്യുന്നത്. തേർഡ് വൺ റെസിസ്റ്റൻസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ടാണ്. കോണ്ടാക്ട് പോയിന്റിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടാവും, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ വരുന്നത് സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, അപ്സെറ്റ് ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്. നെയിംസ് മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് വൺ ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് നോ പ്രഷർ ഈസ് ഇൻവോൾവ്ഡ് ബട്ട് എ വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് നിയർ ദി ജോയിൻറ്റ്. മീനിങ് എന്താണ്, ഫ്യൂഷൻ വെൽഡിങ്ങിൽ പ്രഷർ ഉപയോഗിക്കുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കുന്നില്ല. അതിനു പകരം എന്ത് ചെയ്യും, മെറ്റൽസിനെ ഫ്യൂസ് ചെയ്യും അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് മെറ്റൽസിനെ മെൽറ്റ് ചെയ്യും. ആ മെൽറ്റ് ചെയ്തത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, ജോയിൻ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഫ്യൂഷൻ വെൽഡിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്യേണ്ട 2 മെറ്റൽസ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു റീജിയനിലാണ് വെൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യും, ആ ഒരു റീജിയണിൽ
മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, അത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താവും, അവിടെ ഒരു ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന് ആ മെൽറ്റ് ചെയ്യണം, ഹൈ ടെമ്പറേച്ചർ വേണം. അതിന് വേണ്ടുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ബേൺ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും. ഇവിടെ ഈ ഒരു ഫില്ലർ റോഡ് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വെൽഡിൻ്റെ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡീഷണൽ റോഡാണ് ഫില്ലർ റോഡ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ് ബേൺ ചെയ്തിട്ടാണ്. അതിൻ്റെ സബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓക്സി അസിറ്റിലീൻ വെൽഡിംഗ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് അസിറ്റിലീനും ഓക്സിജനുമാണ്. അതേമാതിരി എയർ അസിറ്റിലീൻ, അതേപോലെ ഓക്സി ഹൈഡ്രജൻ വെൽഡിംഗ്. ഗ്യാസ് വെൽഡിങ്ങിൽ അത് മെറ്റൽസ് മെൽറ്റ് ചെയ്യാനുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ് ബേൺ ചെയ്തിട്ടാണ്. സെക്കൻഡ് വൺ തെർമിറ്റ് വെൽഡിംഗ്. തെർമിറ്റ് വെൽഡിങ്ങിൽ കെമിക്കൽ റിയാക്ഷൻ, അതായത് എക്സോ തെർമൽ കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് വെച്ചിട്ടാണ് മെറ്റൽസിനെ മെൽറ്റ് ചെയ്യുന്നത്. അതാണ് തെർമിറ്റ് വെൽഡിംഗ്. തേർഡ് വൺ ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിൽ വെച്ചാൽ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മെറ്റൽസിനെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് മെൽറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നത് കാർബൺ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഇതിൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആർക്ക് വെൽഡിംഗ്. Arc welding is a fusion welding process in which the welding heat is obtained from an electric arc. അതായത് മെറ്റലിനെ മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, ആ ആർക്ക് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഗർ നോക്കിയാൽ ഒരു വെൽഡിംഗ് പ്രോസസ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അതിനുപയോഗിക്കുന്ന ഇലക്ട്രോഡ്, ഇവിടെ മെറ്റലും ഉണ്ട്. ഓക്കെ, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഇലക്ട്രോഡും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുത്തിക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡ് ചെറിയൊരു 2 to 4 mm ഗ്യാപ്പിലോട്ട് പുറകിലോട്ട് വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ആർക്ക് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റീജിയനാണ് ആർക്കിൻ്റെ റീജിയൺ. ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ കറക്റ്റ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാവും. ഒരു സപ്ലൈ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആ 2 എന്ന് പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡറാണ്, 1 എന്ന് പറയുന്നതാണ് ഇലക്ട്രോഡ്, 3 എന്ന് പറയുന്നത് ആർക്കാണ്. ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡിനെ വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തിക്കും ആദ്യം. ആ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് എന്തായി, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡിനെ ചെറിയൊരു 2 to 4 mm ഗ്യാപ്പ് പുറകിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനിൽ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവും ആ മെറ്റൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഇലക്ട്രോഡിനെ പറ്റി കുറച്ച് അധികം പഠിക്കാനുണ്ട്. ഇലക്ട്രോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഇലക്ട്രോഡ്. അതിനൊരു കോർ വയറുണ്ട്, അതേപോലെ ഫ്ലക്സ് കോട്ടിങ്ങും ഉണ്ട്. 2 ടൈപ്പിലെ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൺസ്യൂമബിൾ ഇലക്ട്രോഡും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ വെൽഡിങ് നടക്കുന്ന സമയത്ത് ആ ഇലക്ട്രോഡ് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്ത് പോവും, അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ എന്താണ് ആ വെൽഡഡ് റീജിയനിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അതാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണെങ്കിൽ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യില്ല, അതേപോലെ നിൽക്കുന്നുണ്ടാവും. ഇനി ഇലക്ട്രോഡിന് ഫ്ലക്സ് കോട്ടിങ്. ഓക്കെ, ഫ്ലക്സ് കോട്ടിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ മോൾട്ടൺ റീജിയൻ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനിലെ മെറ്റൽ, ആ മോൾട്ടൺ മെറ്റൽ അറ്റ്മോസ്ഫിയറിക് എയറും നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ആ ഓക്സൈഡ്സ് ഫോം ചെയ്താൽ അവിടെ വെൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. നമ്മൾ ഈ ഇലക്ട്രോഡിന് കോട്ട് ചെയ്യുന്ന ഈ ഫ്ലക്സ് കോട്ടിങ്, ആ കോട്ടിങ് എന്ത് ചെയ്യും, ഒരു ഷീൽഡിങ് അറ്റ്മോസ്ഫിയർ ആ വെൽഡഡ് റീജിയൻ്റെ എവിടെയായിട്ട് എന്ത് ഒരു ഷീൽഡിങ് അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യും.
മീൻസ് നമ്മളെ മോൾട്ടൺ മെറ്റൽ എന്താവില്ല, അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം ആ വെൽഡഡ് റീജിയണിൽ അതൊരു സ്ലാഗ് ആയിട്ടും നിൽക്കുന്നുണ്ടാവും. ഇതാണ് സ്ലാഗ് എന്ന് പറയുന്നത്. ആ ഫ്ലക്സ് വെൽഡഡ് റീജിയണിൽ സ്ലാഗായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സ്ലാഗ് എന്ത് ചെയ്യും, ആ വെൽഡഡ് പോർഷന് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കും. മീൻസ് അവിടെയും ഓക്സിഡേഷൻ നടക്കൂല. അതാണ് ഇലക്ട്രോഡിൻ്റെ ഫ്ലക്സ് കോട്ടിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഈ സ്ലാഗ് വെൽഡിങ്ങിന് ശേഷം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇതാണ് വെൽഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇലക്ട്രോഡിനെ മൂവ് ചെയ്യണം. ആ സമയത്ത് എന്ത് ചെയ്യും, മെറ്റൽ മെൽറ്റ് ചെയ്തിട്ട് ഫില്ലർ മെറ്റീരിയലും കൂടെ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ആ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് വെൽഡഡ് ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് വെൽഡിങ്. ഇനി വെൽഡിങ് ഇലക്ട്രോഡ്സ് 2 ടൈപ്പ് വെൽഡിങ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്, സെക്കൻഡ് വൺ കൺസ്യൂമബിൾ ആണ്. മീൻസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ഡു നോട്ട് ഗെറ്റ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദി വെൽഡിങ് പ്രോസസ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഫില്ലർ മെറ്റീരിയൽസ് ഉപയോഗിക്കണം. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണെങ്കിൽ ആ ഇലക്ട്രോഡ് തന്നെ ഫില്ലർ മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ഫില്ലർ മെറ്റീരിയൽസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. മെയിനായിട്ട് ഉപയോഗിക്കുന്ന നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് കാർബൺ, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആണ്. ഇനി കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വെൽഡിങ് ഓപ്പറേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫില്ലർ മെറ്റീരിയൽ ഓൾസോ. കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് 2 ടൈപ്പ് ഉണ്ട്, ബെയർ ഇലക്ട്രോഡും സെക്കൻഡ് വൺ കോട്ടഡ് ഇലക്ട്രോഡും. ബെയർ ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ എന്തുണ്ടാവില്ല, ഫ്ലക്സ് കോട്ടിംഗ് ഉണ്ടാവില്ല. മീൻസ് ഫ്ലക്സ് കോട്ടിംഗ് ഇല്ലെങ്കിൽ നമ്മളെ ആ വെൽഡിങ് റീജിയൻ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും, ഓക്സിഡേഷൻ നടക്കാം. അതുകൊണ്ട് എന്താ, ഈ ബെയർ ഇലക്ട്രോഡ് വെച്ചിട്ടുണ്ടാകുന്ന ജോയിൻ്റ് എന്താണ്, അത്ര സ്ട്രെങ്ത് ഉള്ള ജോയിൻ്റ് അല്ല. സെക്കൻഡ് വൺ കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോഡിന് ആര് കൂട്ടുണ്ടാവും, ഫ്ലക്സ് കോട്ടിംഗ് ഉണ്ടാവും. മീൻസ് ആ ഫ്ലക്സ് എന്ത് ചെയ്യും, ബേസ് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ സ്ലാഗ് ഫോം ചെയ്യുന്നത് വെൽഡഡ് റീജിയനിലെ അറ്റ്മോസ്ഫിയറിക് എയർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് ബെയർ ഇലക്ട്രോഡ് ജോയിൻറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അടുത്ത പറയാനുള്ള ടോപ്പിക്ക് സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. ഡെഫിനേഷൻ നോക്കുക. സോൾഡറിങ് ആൻഡ് ബ്രേസിങ് ആർ ജോയിനിങ് പ്രോസസ് where materials are bonded together using filler material and heating method without melting the base metal. വെൽഡിങ്ങിൽ നമ്മൾ പാരൻ്റ് മെറ്റൽ അല്ലെങ്കിൽ ബേസ് മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്തിട്ടാണ് ജോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ സോൾഡറിങ്ങിലായാലും ബ്രേസിങ്ങിലായാലും പാരൻ്റ് മെറ്റൽ അല്ലെങ്കിൽ ബേസ് മെറ്റൽ മെൽറ്റ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ജോയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ സോൾഡറിങ്. 2 parts are joined by the use of molten filler metal whose melting point is below the melting point of base metal. The heated filler metal called solder flows between the metal to be joined and solidifies. ഇതിലെന്താ പറയുന്നത്, നമ്മളെ ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവായിരിക്കണം. മീൻസ് ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഒരു 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ ഫില്ലർ മെറ്റീരിയലിൻ്റെ എന്തായിരിക്കണം, അതിലും താഴെയായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ, ബേസ് മെറ്റലും മെൽറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇതിൽ സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിന് പറയുന്ന പേരാണ് സോൾഡർ എന്ന് പറയുന്നത്. സോൾഡർ നോർമലി അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആയിരിക്കും. അതിൻ്റെ പ്രൊപ്പോർഷൻ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഓക്കെ, നോർമലി സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 427 ഡിഗ്രി സെൻറ്റിഗ്രേഡിനെക്കാട്ടി ചെറിയ വാല്യൂ ആയിരിക്കും. ഇനി ഈ സോൾഡറിങ്ങിൽ എന്താ ചെയ്യുന്നുണ്ടാവുക, ജോയിൻ ചെയ്യേണ്ട മെറ്റൽസ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഈ ഫില്ലർ മെറ്റീരിയൽ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്തിട്ട് ആ മോൾട്ടൺ ഫില്ലർ മെറ്റീരിയലിനെ എവിടെയാണോ ജോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ആ ഫില്ലർ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ ജോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിന് ആദ്യം ആ ഫില്ലർ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സോൾഡറിങ് അയോണാണ്.
ഓക്കെ, സോൾഡറിങ് അയൺ ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ട് എന്താ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് വെച്ചിട്ടാണ് ഫില്ലർ മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നത്. സോൾഡറിങ്ങിൻ്റെ പ്രൊസീജിയർ. ഫസ്റ്റ് വൺ, ദ സർഫസ് ടു ബി ജോയിൻഡ് ആർ ക്ലീൻഡ് എയ്തർ മെക്കാനിക്കലി ഓർ കെമിക്കലി. സെക്കൻഡ് വൺ, ദ സർഫസ് ആർ കോട്ടഡ് വിത്ത് ഫ്ലക്സ്. The flux are used to prevent the oxidation of base metal and filler metal during the joining process. Third one, soldering iron is heated to red hot. The joints are placed in a clamp. Fourth one, a few pieces of solder are then put on the tip of the soldering iron and a few drops of molten solder are applied over the joint. Procedure ഒന്ന് നോക്കാം. ഇവിടെയാണ് ഞാനിപ്പോൾ സോൾഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ക്ലീൻ ചെയ്തതിന് ശേഷം ആ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടടുക്ക് എന്ത് ചെയ്യണം, ഫ്ലക്സ് അപ്ലൈ ചെയ്യണം. ഫ്ലക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, വെൽഡിങ്ങിലെ സെയിം പർപ്പസാണ്, ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, സോൾഡറിങ് അയൺ ഹീറ്റ് ചെയ്യും. എൻ്റെ റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ട് ഹീറ്റ് ചെയ്യും. അതിനുശേഷം സോൾഡർ, ഇതാണ് സോൾഡർ എന്ന് പറയുന്നതാണ് ഫില്ലർ മെറ്റീരിയൽ. ആ ഫില്ലർ മെറ്റീരിയൽ സോൾഡറിങ് അയണുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സോൾഡർ മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. മോൾട്ടൺ സ്റ്റേറ്റിൽ സോൾഡർ ആയിട്ടുണ്ടാവും. ആ മോൾട്ടൺ സ്റ്റേറ്റിലെ സോൾഡർ എവിടെയാണോ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ആ സോൾഡർ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സോൾഡറിങ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പറേഷൻ ബ്രേസിങ്. ബ്രേസിങ്ങും സോൾഡറിങ് പോലെയുള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷേ ബ്രേസിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് സോൾഡറിങ് ജോയിൻറ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയ ജോയിൻ്റ് ആണ്. ബ്രേസിങ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് ടു പീസ് ഓഫ് മെറ്റൽസ് ഇൻ വിച്ച് എ ഫില്ലർ മെറ്റീരിയൽ കോൾഡ് spelter is introduced in molten state between the pieces of metal being joined and allowed to solidify. Means രണ്ട് മെറ്റലിൻ്റെ ഇടക്ക് ഒരു ജോയിൻ്റ് ഉണ്ടാക്കണം. എന്ത് ചെയ്യും, അവിടെ ആ ജോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെടുക്കുക, ഫില്ലർ മെറ്റീരിയൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ആ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്യുന്നത് വരെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ സോൾഡിഫൈ ചെയ്യാൻ അലോ ചെയ്യും. സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ രണ്ട് ബേസ് മെറ്റലിൻ്റെ ഇടക്ക് ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എബോവ് 427 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും, ബേസ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടി താഴെയുള്ള വാല്യൂ ആയിരിക്കും. സോൾഡറിങ്ങിലായാലും ബ്രേസിങ്ങിലായാലും ബേസ് മെറ്റൽ ഒരിക്കലും മെൽറ്റ് ചെയ്യുന്നില്ല, ഫില്ലർ മെറ്റീരിയൽ മാത്രമേ മെൽറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ കോമൺലി ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയം ആൻഡ് സിലിക്കൺ ആണ്. 90% അലുമിനിയം ആൻഡ് 10% സിലിക്കൺ. വേറെ ഉപയോഗിക്കുന്നത് കോപ്പർ ആൻഡ് സിങ്ക് ആണ്. 60% കോപ്പർ ആൻഡ് 40% സിങ്ക്. ബ്രേസിങ്ങിൻ്റെ പ്രൊസീജിയറും സിമിലർ ടു സോൾഡറിങ് ആണ്. ഫസ്റ്റ് വൺ, ദ സർഫസ് ടു ബി ജോയിൻഡ് ആർ ക്ലീൻഡ് എയ്തർ കെമിക്കലി ഓർ മെക്കാനിക്കലി. സെക്കൻഡ് വൺ, ദ ഷീറ്റ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ടുഗദർ വിത്ത് ഫ്ലക്സ്. കോമൺലി ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ബൊറാക്സ് ആണ്. ദ ഫ്ലക്സ് ഈസ് പ്ലേസ്ഡ് ഓവർ ദ സർഫസ് ടു ബി ജോയിൻഡ്. ആ സെക്കൻഡ് സ്റ്റെപ്പ് രണ്ട് രീതി ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ ഫ്ലക്സും ഫില്ലർ മെറ്റീരിയലും കൂടെ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെടുക്കുക ആദ്യമേ അപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ആദ്യം ഫ്ലക്സ് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഫില്ലർ മെറ്റീരിയൽ ബ്രേസിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, രണ്ട് രീതി ചെയ്യാം. ഇനി തേർഡ് വൺ, ദ പാർട്സ് ആർ ദെൻ ക്ലാംപ്ഡ് ആൻഡ് ഹീറ്റഡ് ടിൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ഈസ് റീച്ച്ഡ്. ദ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ആൻഡ് ജോയിൻറ്റ്സ് ആർ മെയ്ഡ്. ഇറ്റ് ഈസ് ദെൻ കൂൾഡ് സ്ലോലി സോ ദാറ്റ് എ സ്ട്രോങ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ബേസ് മെറ്റൽസ്. അടുത്തത് ബ്രേസിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് മെത്തേഡ്, ഏത് ടൈപ്പ് ഹീറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ്. അതിൽ ടോർച്ച് ബ്രേസിംഗ് ഉണ്ട്, ഫർണസ് ബ്രേസിംഗ് ഉണ്ട്, റെസിസ്റ്റൻസ് ബ്രേസിംഗ് ഉണ്ട്, ഇൻഫ്രാറെഡ് ബ്രേസിംഗ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടോർച്ച് ബ്രേസിംഗ് ആണ്. ടോർച്ച് ബ്രേസിങ്ങിലൊന്നുമില്ല, ജസ്റ്റ് ഗ്യാസ് തന്നെ, അസറ്റിലീൻ പോലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും.
ബ്രേസിംഗ് ഓപ്പറേഷൻ ഒന്ന് നോക്കാം. ഇവിടെയാണ് ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടോർച്ച് ബ്രേസിംഗ്. ഓക്കെ, അതെന്ത് ചെയ്യും? കമ്പോണൻസ് ക്ലീൻ ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇവിടെ ആ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെടുക്കുക ഫില്ലർ മെറ്റീരിയലിൻ്റെയും ഫ്ലക്സിൻ്റെയും കോമ്പിനേഷൻ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് കേസാണ് പറയുന്നത്. അവിടെ ഫില്ലർ മെറ്റീരിയലിൻ്റെയും ഫ്ലക്സും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെടുക്കുക പ്ലേസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ഹീറ്റിംഗ് ഏജൻറ്റ് വെച്ചിട്ട്, ടോർച്ച് ബ്രേസിംഗ് ടോർച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഗ്യാസ് ബേൺ ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യിക്കും. അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഫില്ലർ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യിക്കും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്താ? ആ ലിക്വിഡ് സ്റ്റേറ്റിലെ ഫില്ലർ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഒരു കേസ്. ഈ സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഫില്ലർ മെറ്റീരിയൽ ആ ജോയിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെടുക്കുക ആദ്യം ഫ്ലക്സിൻ്റെ അപ്പുറം അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ആ ഫ്ലെയിമിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഫില്ലർ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് പോവുകയാണ്. ബാക്കി പ്രൊസീജിയർ സെയിം ആണ്. ആദ്യം ക്ലീൻ ചെയ്യും. ഇവിടെ എന്താ അപ്ലൈ ചെയ്യുന്നുള്ളൂ? ഫസ്റ്റ് കേസിൽ ഫ്ലക്സ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വെൽഡിംഗ് ടോർച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഫില്ലർ മെറ്റീരിയൽ ഗ്രാജുവലായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോവുകയാണ്. ഇതാണ് സെക്കൻഡ് കേസ്. അടുത്തത് സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലെ കമ്പാരിസൺ. ഫസ്റ്റ് വൺ, ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഇൻ സോൾഡറിങ് ഹാസ് എ മെൽറ്റിംഗ് പോയിൻറ്റ് ബിലോ 427 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. മീൻസ് സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 427 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബിലോ ആയിരിക്കും. ബ്രേസിങ്ങിലെ 427 എബോ ആയിരിക്കും. സെക്കൻഡ് പോയിൻറ്റ്, സോൾഡറിങ് ജോയിൻറ്റ്സ് ബ്രേസിംഗ് ജോയിൻറ്റ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? വീക്കർ ജോയിൻറ്റ്സ് ആണ്. അതേപോലെ സോൾഡറിങ് ജോയിൻറ്റ്സിന് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ബ്രേസിംഗ് ജോയിൻറ്റിന് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാം. അതേപോലെ എയർ ടൈറ്റ് ജോയിൻറ്റ്സ്, ഫോർത്ത് പോയിൻറ്റ്, എയർ ടൈറ്റ് ജോയിൻറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്പറേഷൻ വേണം? ബ്രേസിംഗ് ഓപ്പറേഷനാണ് ചെയ്യുക. അതേപോലെ സോൾഡറിങ് ഓപ്പറേഷൻ, ഫിഫ്ത്ത് പോയിൻറ്റ്, ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വരുന്ന കണ്ടീഷനിൽ സോൾഡറിങ് ഓപ്പറേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോൾഡറിങ് ജോയിൻറ്റ് എന്തായിരിക്കും? വീക്ക് ജോയിൻ്റാണ്, അവിടെ ഫെയിലായി പോകും. ആ സമയത്ത് ബ്രേസിംഗ് ജോയിൻ്റാണ് ഉപയോഗിക്കുന്നത്. അടുത്ത സിക്സ്ത് വൺ, എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ലോ ഇൻ സോൾഡറിങ് whereas equipment cost is high in bracing. Seventh point, soldering is suitable for thin similar sheet metals but bracing can be used for thicker dissimilar metals. ഇതാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ പഠിക്കാനുള്ളത്.